പോസിറ്റീവ് ആണെന്ന് നീ പറയുന്നു. എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. അല്ല, നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ദിനകരൻ. ആ, 30 വർഷം മുമ്പ് അനന്തം മാഷിന്റെ കൂടെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹോ, ഇതെന്റെ ഭാര്യ ജലജ. ഇവരും ടീച്ചറായിരുന്നു. ആ ടീച്ചർ. ആ, ഞങ്ങള് ശബരിമലയ്ക്ക് പോയി വരുമ്പോ യാദൃശ്ചികമായി വീണ്ടും അനന്തം മാഷിനെ കാണാൻ ഇടയായി. അങ്ങനെയാ പഴയ അടുപ്പം വീണ്ടും പുതുക്കിയത്. അയ്യോ, അത് നിങ്ങളായിരുന്നോ? അതെ അതെ. രഘുവേട്ടൻ പറഞ്ഞിരുന്നു ആണോ? ഒരു സ്വാമിയും മാളികപ്പുറവും നിർബന്ധിച്ചിട്ടാ അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചതെന്ന്. ആ മാളികപ്പുറവും സ്വാമിയും തന്നെയാ ഈ നിൽക്കുന്നത്. കണ്ടാല് വലിയ സന്തോഷം കേട്ടോ. എന്നാ പിന്നെ സ്വാമിയും മാളികപ്പുറവും അങ്ങോട്ട് ചെന്നാട്ടെ. ആയിക്കോട്ടെ. മോനും കൂടെ വാ. ഞങ്ങളെ ഇവിടെ ആർക്കും പരിചയമില്ലല്ലോ. അയ്യോ, അത് കുഴപ്പമില്ല. അവിടെയുള്ളവർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ആ, അതും ശരി. അല്ല, മോനെന്തിനാ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത്? അകത്ത് കയറി ഇരുന്നൂടെ? ഇത്രയും നേരം അകത്തിരിക്കുമായിരുന്നു. അവിടെ ഫോണിന് റേഞ്ച് ഇല്ല. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു കോള് വരാനുണ്ടായിരുന്നു. ആ, എന്നാ പിന്നെ മോനിവിടെ നിന്നാ മതി. ഞങ്ങൾ അകത്തോട്ട് ചെല്ലട്ടെ. ആ, ഫോൺ വിളിച്ചിട്ട് അകത്തോട്ട് വന്നേക്കണേ. ഓ, വന്നേക്കാം. ആ, ശരി. ഈ അയ്യപ്പനും മാളികപ്പുറവും എൻ്റെ കാര്യത്തിനും എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ. അയ്യപ്പാ, മോളെ, അവരെ കൂടി വിളിക്ക്. അവര് വരട്ടെ ആന്റി. ആദ്യം ആന്റി ഒരു ചായ പുറത്ത് നിൽക്കുന്ന ഡ്രൈവർക്ക് കൊടുത്തേക്ക്. ചേച്ചി ചേച്ചി ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒരു പരിഗണനയും എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. അതേ, 2 വിരുന്നുകാർ കൂടി ഉണ്ടേ. അച്ഛൻ പറഞ്ഞ ആ സ്വാമിയും മാളികപ്പുറം അതെ, എങ്ങനെ മനസ്സിലായി? അച്ഛൻ കുറച്ചു മുമ്പ് വിളിച്ച് ഓ, പറഞ്ഞിരുന്നു അങ്കിൾ ആന്റി ഇങ്ങോട്ട് വരുമെന്ന്. പിന്നെ അച്ഛൻ ശബരിമലയിൽ പോയി തിരിച്ചു വന്നപ്പോ 2 ആളെ കുറിച്ചും വിശദമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വന്നട്ടെ. വാ. എല്ലാം ഒരു ദൈവനിയോഗം പോലെയാ. എത്രയോ വർഷത്തിന് ശേഷമാ ഞങ്ങൾ അവിടെ വെച്ച് മാഷുമായിട്ട് കണ്ടുമുട്ടിയത്. സ്വാമി ശരണം. അമ്പിളിയും ചീരുവല്ലേ? അതെ അതെ. ദയ അനുപമയും ഭർത്താക്കന്മാരുടെ വീട്ടിലാ. മഞ്ചാടി രാവിലെ കോളേജിലേക്കും പോയി. മാഷ് പറഞ്ഞു നിങ്ങൾ 2 ആള് മാത്രമേ ഇവിടെ കാണൂന്ന്. ഭാഗ്യത്തിന് ചീരുമോളുടെ ഭർത്താവിനെയും കാണാൻ പറ്റി. നല്ല യോഗ്യനായ ചെറുപ്പക്കാരനാ. എന്തൊരു വിനയവും ബഹുമാനവും അറിയോ. ഞങ്ങളെ വിളിച്ചത് അച്ഛ അമ്മ എന്നുവാ. മാഷിന്റെ ഭാഗ്യമാ ഇങ്ങനൊരു മരുമകനെ കിട്ടിയത്. ആ മരുമകന്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ട്. അതാരും കാണാത്തതുകൊണ്ടാ. ആ മോളെ, ഭർത്താവിന്റെ അമ്മയും മാമനും വന്നു എന്ന് പറഞ്ഞല്ലോ. അവരൊക്കെ എവിടെ? അവര് മുറിയിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ അടുത്തിരിക്കുക. ആണോ? ജലജേ, നമുക്ക് ചീരുമോളുടെ കുഞ്ഞുങ്ങളെ കൂടി ഒന്ന് കാണാം. കാണാം. അവരെയും കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ആ, അപ്പോഴേക്കും മാഷ് വരുവാണെങ്കിൽ നമ്മൾ വന്ന കാര്യം അവതരിപ്പിക്കാം. ചെല്ലു ചീരു, അങ്കിളിനെ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോ. ചായ ഞാൻ അങ്ങോട്ടേക്ക് എടുത്തേക്കാം. ആയിക്കോട്ടെ. വാ ആന്റി. ആന്റി, അവർക്കൂടെ ചായ എടുത്തേക്ക്. ശരി. ആ ധന, എന്താ ഇത്രയും താമസിച്ചത്? കുടുംബശ്രീക്കാരുടെ ബസ്സേ 8 മണിക്ക് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നു പറഞ്ഞ് വാസന്തി എന്നെ വിളിച്ചല്ലോ. അതെ, അവര് കറക്റ്റ് ടൈമിൽ തന്നെ പുറപ്പെട്ടു.
അതിനുശേഷേ ഞാനേ മറ്റേ മനോരോഗ ആശുപത്രിയിലേക്കൊന്ന് പോയി. മനോരോഗ ആശുപത്രി അല്ല അത്, തണൽ. ആ സ്ഥാപനത്തിന്റെ പേര് അങ്ങനെ തന്നെ പറഞ്ഞാ മതി. എന്ത് പേരിട്ട് വിളിച്ചാലും മനോരോഗികളെ ചികിത്സിക്കുന്ന സ്ഥലം മനോരോഗ ആശുപത്രി തന്നെയല്ലേ അച്ഛ? അല്ല, അച്ഛൻ പേടിക്കൊന്നും വേണ്ട. ദയ അങ്ങനെ ഒരു ആശുപത്രിയിലാണ് ഉള്ളതെന്ന് ഞാനോ വാസന്തിയോ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ആ വാസന്തിനി 4 ദിവസം കഴിഞ്ഞല്ലേ വരൂ. അതിനു മുമ്പ് ദയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യോ ധന? ഇപ്പോഴത്തെ കണ്ടീഷനിൽ ദയ നോർമലാ. ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴേ അനന്തം മാഷും രഘുവൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് ഡിസ്ചാർജ് ചെയ്ത് ദയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞോ? മാഷ തന്നേ പറഞ്ഞതല്ലേ അച്ഛാ, നമ്മുടെ ശബരിയല്ലേ സമ്മതിക്കാത്തെ? അതെ അച്ഛാ, ശബരി സമ്മതിക്കില്ല. അവരുടെ ഇഷ്ടത്തിന് ഇനി അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് തന്നെ എന്റെ അഭിപ്രായം. ദയെ ശബരി നോക്കിയാലേ അവള് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ശബരി ദയെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. ആ കൊണ്ടുവരട്ടെ. ഞാനും ശബരിയോട് പറഞ്ഞതേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെയാ. ഇപ്പൊ നിങ്ങൾ അതൊക്കെ പറയും. അവള് വയലിണ്ടാവുന്ന കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടിട്ടുണ്ടോ അനിതേ? ഇല്ലല്ലോ. ഹോസ്പിറ്റലിൽ നഴ്സുമാർ അറ്റൻഡന്മാരുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവർക്ക് പകരം ശബരി ഇവിടെ 24 മണിക്കൂറും ദയക്ക് കാവലിരിക്കേണ്ട ഗതികേടാ ഉണ്ടാവാൻ പോകുന്നേ. അതെന്തിനാ? ദയ ഇപ്പൊ നോർമലാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നോർമലാ. എപ്പോഴാ കിളി വറക്കുന്നതെന്ന് ദൈവത്തിനറിയാം. അനിത, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? പുറത്തുനിന്ന് കഴിച്ചാൽ അങ്ങോട്ട് ശരിയായിട്ടില്ല. വരാൻ വൈകിയപ്പോ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പൊ തണുത്ത് കാണും. അതൊന്നും കുഴപ്പമില്ല. അനിത അത് എടുത്തിട്ട് നല്ലപോലെ ചൂടാക്കി തന്നാ മതി. ഞാൻ ഇപ്പൊ വരാം. ആ ധന, ദയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യോ? അത് ഉറപ്പില്ല അച്ഛാ. ഡോക്ടർ ഇന്ന് വൈകിട്ട് വരും. ഇന്നല്ലെങ്കിൽ നാളെ. ശബരി ദയം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ദയ ഇങ്ങോട്ട് തന്നെ വരട്ടെ അല്ലേ അരുതേ? വരട്ടെ അച്ഛാ. നമ്മുടെ ശബരിയുടെ പെണ്ണല്ലേ, നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ അമ്മയല്ലേ. അവളെ നമുക്ക് നോക്കാം. അച്ഛൻ വിഷമിക്കല്ലേ.